പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ? വാക്ക്. യന്ത്രമനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു. കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു, നീ ആര്? ചിറകടിച്ച് ശലഭം വിക്കി. ഞാൻ നിർദ്ദയമായി അവൻ പറഞ്ഞു. ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ. അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു. ചായം കോരിയൊഴിച്ച ചിറകുകൾ, വല്ലാത്ത മൃദുവായ ഒരുടൽ, വെറുതെ തിളങ്ങുന്ന 2 കണ്ണുകൾ, തേനൊട്ടുന്ന കുഴൽച്ചുണ്ട്, പൊടിപുരണ്ട കാലുകൾ. ഛേ, എന്തൊരു വൃത്തികെട്ട ജീവി! ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്ത് കാര്യം? ഗ്രേസി. കഥ കേട്ടുവല്ലോ, ഇഷ്ടമായോ? എന്തൊക്കെ ആശയങ്ങളാണ് കഥയിൽ നിന്നും മനസ്സിലായത്? യന്ത്രമനുഷ്യൻ പൂവിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുക്കുന്നു. ശലഭത്തിന്റെ അവയവങ്ങൾ മുറിച്ചെടുത്ത് പരിശോധിക്കുന്നു. അവയവങ്ങൾ നഷ്ടപ്പെട്ട ചിത്രശലഭത്തെ യന്ത്രമനുഷ്യൻ വൃത്തികെട്ട ജീവിയായി വിലയിരുത്തുന്നു. ഈ കഥ നൽകുന്ന സന്ദേശമെന്താണ്? സൗന്ദര്യം ഹൃദയം കൊണ്ടാണ് ആസ്വദിക്കേണ്ടത്. ബുദ്ധിപരമായ കാര്യങ്ങളാണ് തലച്ചോറുകൊണ്ട് നിയന്ത്രിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വാക്ക് എന്ന കഥയുടെ പ്രാധാന്യമെന്താണ്? നിർമ്മിത ബുദ്ധി മനുഷ്യർക്കു മുകളിൽ ആധിപത്യമുറപ്പിക്കുന്ന കാലമാണിത്. ഹൃദയബന്ധങ്ങളെ യാന്ത്രികത മറികടക്കുന്ന അവസ്ഥ കഥാകാരി വ്യക്തമാക്കുന്നുണ്ട്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. വാടാതെ നിത്യവും ജീവിതവാടിയിൽ പൂവിടാറുള്ളതീ സ്നേഹം. ഈ വാക്യം നമ്മോട് പറയുന്നത് എന്താണ്? ജീവിതം ഒരു പൂന്തോട്ടമാണ്. സ്നേഹമാകുന്ന പൂക്കൾ വാടാതെ സൂക്ഷിക്കണം. ജീവിതത്തെ സുന്ദരമാക്കാൻ സ്നേഹം അനിവാര്യമാണ്. വാക്ക് എന്ന കുറുങ്കഥയിൽ ഗ്രേസി സ്നേഹശൂന്യമായ യാന്ത്രിക ലോകത്തെയാണ് തുറന്നു കാണിക്കുന്നത്. വർണ്ണാഭമായ ചിത്രശലഭത്തിന്റെ ചിറകുകളെ ഹൃദയമില്ലാത്ത യന്ത്രമനുഷ്യൻ പഠനവിധേയമാക്കുന്നു. അവയവങ്ങൾ നഷ്ടപ്പെട്ട ശലഭം വൃത്തികെട്ട ജീവിയായി മാറുന്നു. യന്ത്രലോകത്തെ സ്നേഹശൂന്യതയെ വരച്ചു കാണിക്കുകയാണ് കഥാകാരി, അല്ലേ? നാം വിശകലനം ചെയ്ത വാക്യത്തിലോ പരസ്പര സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളതയും നൈർമല്യവും ജീവിതവാടിയിൽ സൗരഭ്യം പരത്തുകയും ജീവിതത്തെ മുന്നോട്ടു നയിക്കുകയും ചെയ്യും. കുഞ്ഞു മനസ്സുകളിലാണ് കളങ്കമില്ലാത്ത സ്നേഹം പ്രകടമാവുന്നത്.